അയ്യോ പതുക്കെ പതുക്കെ. അയ്യോ എന്റെ അമ്മേ. അയ്യോ എന്റെ കാലേ. സ്കാനിംഗ് റിപ്പോർട്ടിലും എക്സ്റേയിലും ഒന്നും ശ്രീകലാമ്മയുടെ കാലിന് ഒരു കുഴപ്പമില്ലെന്നാ ഡോക്ടർമാര് പറയുന്നത്. ഒരു കുഴപ്പമില്ലാഞ്ഞിട്ടാണോ നിലത്ത് കാല് വെക്കുമ്പോ പച്ച മാംസത്തിൽ ആണി കേറുന്ന പോലുള്ള വേദന? ആണിപ്പുറത്തു കൂടി നടക്കുന്ന ഒരു ദിവ്യനെ എനിക്കറിയാം. മേഡം അയാളെ പോയി കണ്ടാലേ അങ്ങനെ നടക്കാനുള്ള പ്രാക്ടീസ് തരും. അന്നേരം പിന്നെ വേദന അറിയില്ലല്ലോ. എടി നീ ഒന്നും മിണ്ടാതിരുന്നേ. തുറന്ന മണ്ടത്തിനെ പറയൂ. ഞാൻ മണ്ടത്തരം മാത്രമേ പറയുള്ളൂ. പക്ഷേ മേഡം ചെയ്യുന്നത് മുഴുവൻ മണ്ടത്തരാണല്ലോ. അല്ലെങ്കിൽ പിന്നെ സ്വന്തം മോൻ ഒരു ദുർമന്ത്രവാദിയെ കൈപിടിച്ചു കൊണ്ടുവരുമ്പോ അവനെ ഔട്ട് ഹൗസിൽ വെച്ച് വാഴിക്കോ? പറ്റിപ്പോയില്ലേ. ഇതൊക്കെ അവളുടെ കളിയാ. ഒരു ദിവ്യശക്തിയുള്ള മോതിരം കയ്യിലുണ്ടെന്ന് കരുതി എന്നെ എങ്ങനെയും പരാജയപ്പെടുത്താൻ അവളുടെ ശ്രമം. പക്ഷെ ശ്രീകലാമ്മയ്ക്ക് ഇത്രയും ബുദ്ധിയില്ലാതെ പോയല്ലോ. അവളുടെ കയ്യിലെ മോതിരത്തിന് ഒരു ദിവ്യശക്തിയും ഇല്ല. നോ 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 വർഷമോളെ, അങ്ങനെ പറയല്ലേ. ഷീ ഈസ് വെരി പവർഫുൾ വിത്ത് ദാറ്റ് മോതിരം. പക്ഷേ അത് ശ്രീകലാ മേഡം പറയുന്നത് പോലെ ദിവ്യശക്തി ഒന്നല്ല, ശരിക്കും ഹൊററാ. ഷീ ഈസ് എ ഡെവിൾ. എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് ആ മോതിരം എനിക്ക് സ്വന്തമാക്കണം. അന്ന് ആ മോതിരം കിട്ടിയപ്പോഴാ തമ്പിയേട്ടന്റെ കാലും എന്റെ സംസാരശേഷിയൊക്കെ തിരികെ കിട്ടിയത്. വേണ്ട മേഡം, അത് റിസ്കാ. മേഡം ആ മോതിരട്ടാലേ വീണ്ടും കഷ്ടകാലം വന്ന് കാലേ ചുറ്റിയാലോ? ഒരു കാലും പോവും, പണ്ടത്തെ പോലെ ശബ്ദവും പോവും. അങ്ങനെ എന്തേലും സംഭവിച്ചാ എന്തു ചെയ്യും? കാലും കയ്യും അനക്കാൻ വയ്യാതെ ഒന്ന് മര്യാദയ്ക്ക് ഒച്ച പോലും വെക്കാൻ പറ്റാതെ ജവ ജവാന്നും പറഞ്ഞ് മേഡം ഇവിടെ കിടന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. ഞാൻ ചുറ്റിത്തിരിയുന്നത് കാണാഞ്ഞിട്ടാ അവക്കിപ്പോ. നീ വാ തുറന്ന നെഗറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ. മേഡം എപ്പോഴും പോസിറ്റീവ് ആണല്ലോ പറയുന്നത്. പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഒരു അട്രാക്ഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ ഇങ്ങനെയൊക്കെ. മതി മതി വാചകം. അതെ, എന്റെ കാലൊന്ന് തിരുമ. ആ ഹോട്ട് വാട്ടർ ബാഗും കൂടി എടുത്തിട്ട് വാ. ഹോട്ടും വേണ്ട വാട്ടറും വേണ്ട, കാല് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എന്താടോ എക്സാം ആണെന്ന് പറഞ്ഞിട്ട് പഠിക്കാനൊന്നുമില്ലേ? ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടാ തുണി വാശിയും കയറിയത്. ഇപ്പൊ തന്നെ തുണി നനച്ചില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കൂ? എക്സാം കഴിഞ്ഞ് നനച്ചാ പോരെ? അതുവരെ ഇടാനുള്ള ഡ്രസ്സൊന്നും എന്റെ അടുത്തില്ല. അല്ലെങ്കിലും എന്റെ ഡ്രസ്സ് ഞാനല്ലേ വാഷ് ചെയ്യണ്ടേ, അല്ലാതെ ഇയാള് വന്ന് വാഷ് ചെയ്ത് തരുമൊന്നുമില്ലല്ലോ. എന്താ വാശ് ചെയ്താ? അങ്ങനെ സ്വന്തം ഡ്രസ്സ് മാത്രമേ വാശ് ചെയ്യുന്നുള്ള വാശിയൊന്നും എനിക്കില്ല കേട്ടോ. അതെ, എക്സാം കഴിയുന്നവരെ താൻ തന്റെ ജോലിയൊക്കെ ഒന്ന് കുറച്ച് പഠിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇവിടത്തെ ജോലിയൊക്കെ ഒരുവിധം അങ്ങ് നടന്നു പൊക്കോളും. ജോലിയൊക്കെ അങ്ങ് നടന്നോളും, പക്ഷെ സ്വന്തം കാര്യം നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും ഉണ്ടല്ലോ. എക്സാം ആണെന്നും പറഞ്ഞ് ഇതുപോലുള്ള ജോലികൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ? വീട്ടു ജോലികൾ ചെയ്യുന്നതേ പെണ്ണുങ്ങളുടെ മാത്രം കുത്തകയാണെന്ന് വിശ്വസിക്കുന്ന ഒരു മൂരാച്ചിയൊന്നും അല്ല ഞാൻ. എടോ, വേണ്ടി വന്നാ തന്റെ ഡ്രസ്സ് വരെ ഞാൻ കഴുകി തരും. എന്തേ? ഓ, അത്രയും വലിയ സൗജന്യമൊന്നും വേണ്ട. എന്റെ ഡ്രസ്സ് കഴുകാൻ എനിക്കറിയാം. മതി മതി മതി, തർക്കിച്ചാ മതി. താൻ പോയി പഠിക്ക്. ഇതൊക്കെ ഞാൻ വിരിച്ചോളാം. വേണ്ട, ഞാൻ വിരിച്ചോളാം. എടോ, തന്നോട് പോവാനല്ലേ പറഞ്ഞത്? പോ, ഇത് ഞാൻ വിരിച്ചോളാം.
ഇത് എന്റെ ഷർട്ടാണല്ലോ. എടോ ഒന്ന് നിന്നേ. എന്താ? എടോ ഇത് എന്റെ ഡ്രസ്സല്ലേ? ഇതൊക്കെ വാഷ് ചെയ്യാൻ തന്നോട് ആരാ പറഞ്ഞു? അത് പിന്നെ ഇതവിടെ മുഷിഞ്ഞ് നാറിക്കിടക്കുന്ന കണ്ടപ്പോ ഞാൻ എടുത്ത് വാഷ് ചെയ്തു. അതിനിപ്പോ എന്താ കുഴപ്പം? എപ്പോഴായാലും ഞാനിത് കഴുകിയിടേണ്ടതല്ലേ. എന്നാ പിന്നെ കുറച്ച് നേരത്തെ ആയിക്കോട്ടെന്ന് കരുതി. ഈ തമാശയെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഞാൻ ചെയ്തോളാന്ന്.